ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഈസി ആയിട്ട് ഇമേജസിനെ ഓട്ടോകാഡ് ഡ്രോയിങ് ആയി മാറ്റാം എന്നാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് വെക്റ്റർ ഇമേജസ് ആണ്. വെക്റ്റർ ഇമേജസിലാണ് ഈസി ആയിട്ട് നമുക്ക് കറക്റ്റ് ലൈനായിട്ട് റീജിയനായിട്ട് നമ്മൾക്ക് ഡ്രോയിങ് കിട്ടുന്നത്. സോ ഇത് CNC പാറ്റേൺ നമ്മൾ എലിവേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് യൂസ്ഫുള്ളാണ്. ഞാൻ അതിന് ഇവിടെ യൂസ് ചെയ്യുന്ന സൈറ്റ് എന്നുള്ളത് കൺവേർഷ്യോ എന്ന് നിങ്ങൾ ഗൂഗിൾ ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഫയൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കൺവേർഷ്യോ ഫയൽ കൺവേർട്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് നോർമലി നമ്മൾ ഫയൽസൊക്കെ ഡ്രാഗ് ചെയ്തിടുന്ന പോലെ ചൂസ് ഫയൽസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ നിങ്ങളുടെ ഫയൽ ഓപ്ഷൻ പിക്ചർ കിടക്കുന്നത് അവിടെ പോയി നിങ്ങൾ ഫയൽ സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. സോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. കൺവേർട്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് റൈറ്റ് ബട്ടണിൽ കാണാൻ സാധിക്കും. അതിന് മുമ്പായിട്ട് ചൂസ് ഔട്ട്പുട്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ പോയി CADൽ DXF എന്നുള്ള ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം കൺവേർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കൺവേർട്ടിങ് യുവർ ഫയൽ എന്ന്. DXF ഫയലാകുമ്പോൾ നമ്മൾക്ക് എല്ലാ ഓട്ടോക്യാഡിലും ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓട്ടോക്യാഡ് ഫയലാണെങ്കിൽ നമ്മൾക്ക് വേർഷൻസിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. കാരണം 2011 പുതിയ വേർഷൻസിൽ 2021 വേർഷൻസിലൊന്നും ഫയൽ ഓപ്പൺ ആവില്ല. DXF ആകുമ്പോൾ എല്ലാ ഓട്ടോക്യാഡിലും ഓപ്പൺ ആയി. ഇവിടെ ഞാൻ അത് ഫിനിഷ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാൻ നോക്കാം. ഇവിടെ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഫയൽ ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മൾക്കത് കാണാൻ സാധിക്കില്ല. സോ ഇസഡ് എൻ്റർ സൂം കൊടുത്ത് സൂം ചെയ്യുമ്പോൾ നമുക്ക് ഫയൽ കാണാൻ സാധിക്കും. ഇവിടെ നമുക്കറിയാം, ഇതെല്ലാം പോളിലൈനായിട്ടാണ് ഓരോ സെഗ്മെൻറ്റും വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി നമുക്ക് ഒരു ഇമേജസ് കൂടെ നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. വീണ്ടും അവിടെ തന്നെ പോവുക, ചൂസ് ഫയൽ കൊടുക്കുക. നെക്സ്റ്റ് ഞാൻ ഈ ഫ്ലവർ ഇമേജസ് വീണ്ടും ഓപ്പൺ കൊടുത്ത് ആഡ് ചെയ്തു. ഇവിടെ പോയതിന് ശേഷം CAD DXF സെലക്ട് ചെയ്തു, കൺവേർട്ട് കൊടുത്തു. ഞാൻ ആ ഫയൽ ഫിനിഷ് ആയപ്പോൾ ഡൗൺലോഡ് ചെയ്തപ്പോൾ ഞാൻ അഗെയിൻ ഫയൽ ഓപ്പൺ ആയി വരുമ്പോൾ നമുക്കൊന്നും കാണാൻ സാധിക്കത്തില്ല. സോ നമ്മൾ ഡെഫിനറ്റ്ലി സൂം കൊടുത്ത് ഓൾ കൊടുത്ത് എൻ്റർ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഓട്ടോകാഡ് ഡ്രോയിങ് കിട്ടും. ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.